ഞാൻ ഇന്ത്യയിൽ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഞാൻ വയനാട്ടിലെ കുറിച്യ വിഭാഗം. ഞങ്ങൾ വയനാട്ടിലെ സ്ഥിരതാമസക്കാരനും പൂർവികരായി സ്ഥിരതാമസക്കാരനായ വയനാട്ടിലെ ഒരു കുറിച്യ കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എൻ്റെ പേര് രാമൻ, ചെറുവയൽ കമ്മന, മാനന്തവാടി, വയനാട്. അതാണ് എൻ്റെ പേര്. അതായത് ഞങ്ങളുടെ ആദിവാസിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ വയനാട്ടിലെ മരുന്നുകൾ, അതായത് വയനാട്ടിലെ കാടുകൾ നിലനിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മരുന്നുകൾ, ഔഷധങ്ങൾ നിലനിൽക്കുള്ളൂ. ഒന്ന്. രണ്ടാമത്, മൃഗങ്ങൾ നിലനിൽക്കണം, പക്ഷികൾ നിലനിൽക്കണം, കാട്ടിലെ വിഭവങ്ങൾ നിലനിൽക്കണം. ഇത് പ്രകൃതിക്ക് ഗുണകരമായ, ഇതൊക്കെ പ്രകൃതിക്ക് ആവശ്യവുമാണ്. മാത്രമല്ല, പ്രകൃതിയിൽ നിന്നാണ് നമുക്കും ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് കിട്ടൂ. ഇത് ആദിവാസികൾക്ക് ഒഴിച്ചുകൂടാത്തൊരു സാധനം കൂടിയാണ്. അതായത് ഞാൻ ബ്രസീൽ വെച്ചിട്ട് ആദിവാസികളുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. ആ കോൺഫറൻസിൽ ഞങ്ങളുടെ ഇന്ത്യൻ ഭരണഘടന ആദിവാസികളായ SC STക്ക് ഭരണഘടന സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേറ്റിൽ ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ട് നിയമനിർമ്മാണങ്ങൾ ഓരോ സ്റ്റേറ്റും നിയമനിർമ്മാണം നടത്തി ആദിവാസികളുടെ സംരക്ഷണത്തിന് ആ ഗവൺമെൻറ് നിയമപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ആ സർക്കാർ, അതായത് സംസ്ഥാന സർക്കാർ നിലകൊള്ളണം എന്ന തീരുമാനം നിയമസഭ പാസ്സാക്കി ആദിവാസികളെ സംരക്ഷിക്കണം. അപ്പോൾ അതാണ് പ്രധാന വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത്. നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്ത്യൻ ഭരണഘടന പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നിയമനിർമ്മാണങ്ങളും ഇന്ത്യയിലെ ഭരണഘടന പോലെ അല്ല മറ്റൊരു രാജ്യങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല, അവിടെ ഇന്ത്യയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷണവും മറ്റ് രാജ്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല, ഒട്ടനവധി ആദിവാസി സുഹൃത്തുക്കൾ ഓരോ രാജ്യത്തും പലതരത്തിലുള്ള പീഡനങ്ങളും ദുരിതങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതാണ് നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ഇന്ത്യയിലുള്ള നിയമനിർമ്മാണങ്ങളും സംരക്ഷണം സംബന്ധിച്ച് അവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള വന്നിട്ടുള്ള പ്രതിനിധികൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും വളരെ ആരാർപ്പണം ചെയ്യുകയും വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പം മറ്റ് രാജ്യങ്ങളിൽ ഇത് വേണ്ടത്ര ഇല്ല എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പിന്നെ എൻ്റെ വയലിൽ അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് ഞാൻ ഇപ്പോൾ സംരക്ഷിക്കുന്നത് വയനാടിൻ്റെ പൈതൃകമായ നെൽവിത്തുകളും ഒപ്പം തന്നെ എൻ്റെ ചുറ്റുപാട്, എൻ്റെ വീടും പറമ്പും ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. മരങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, എൻ്റെ പൈതൃകമായ വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ താമസം, നമ്മളെ വീട് നമുക്ക് പൈതൃകമായി തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ വീട്, താമസം, ഭക്ഷണം ഒക്കെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രകൃതിയിൽ, അതായത് നമുക്ക് ജൈവ വൈവിധ്യങ്ങൾ, അതായത് നമ്മൾ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയും മേൽമണ്ണുകളും ജൈവവളങ്ങളും നമ്മൾ മഴ പെയ്യുന്ന മഴവെള്ളങ്ങളൊക്കെ സംഭരിച്ചും ജൈവ മണ്ണുകൾ സംരക്ഷിച്ചും ജൈവവളങ്ങൾ സംരക്ഷിച്ചുള്ള പ്രവൃത്തികളും എൻ്റെ പാടത്തും പറമ്പിലും ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ പറമ്പിൽ അടക്കം ഞാൻ അതുപോലെയാണ് മൺതിട്ടകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ പിന്മുറക്കാരിൽ നിന്ന്, അതായത് എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് പിന്മുറക്കാരിൽ നിന്നാണ് ഞങ്ങളുടെ ഈ നെൽവിത്തുകൾ
കൈമാറിയാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അമ്മാവൻ്റെ കാലശേഷം അല്ലെങ്കിൽ അമ്മാവൻ്റെ മുൻകാലങ്ങളിൽ 5-6 തരം വിത്ത് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അമ്മാവൻ 1989 മരണശേഷം 2000 മുതലാണ് ഞാൻ ഈ വിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, ഹിന്ദിയിൽ ഹരിത വിപ്ലവം എന്ന ഒരു കാർഷിക വിപ്ലവം നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായപ്പോൾ ഹൈബ്രിഡ് വിത്തുകളും ഹൈബ്രിഡുള്ള വിത്തുകൾ, അതായത് ഭക്ഷ്യധാന്യങ്ങൾ, പിന്നെ ധാന്യ വിത്തുകൾ, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മത്സ്യങ്ങൾ, മുട്ട, പാല്, മാംസം എന്നീ വസ്തുക്കളൊക്കെ തന്നെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി, കൂടുതൽ ഉൽപ്പാദനം കിട്ടാൻ വേണ്ടി ഹരിത വിപ്ലവം നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ അതിൽ അത്യുൽപാദന ശേഷിയുള്ള എല്ലാ വസ്തുക്കളും ടെക്നിക്കലായിട്ട് യൂണിവേഴ്സിറ്റി ഹൈബ്രിഡായി കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതിന് വേണ്ടി അത് മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ തനതായ പൈതൃകമായ എല്ലാ വിത്തുകളും എല്ലാ വസ്തുക്കളും, അത് പിന്നെ പശു, ആട്, കോഴി, മത്സ്യങ്ങൾ, ഇതൊക്കെ തന്നെ പൈതൃകമായ വിത്തുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ പിന്തള്ളപ്പെട്ടപ്പോൾ ഹൈബ്രിഡ് വിത്താണ് നമുക്കിന്ന് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഉപയോഗം വന്നപ്പോൾ നമ്മൾ പൈതൃകമായ വിത്തുകളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പൈതൃകമായി എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എൻ്റെ അടുത്താണ് കുറച്ച് വയനാടൻ പൈതൃക നെൽവിത്തുകൾ എൻ്റെ കൈവശം ഉണ്ടായത്. ഏകദേശം ഒരു 50ഓളം നെൽവിത്തുകൾ ഞാൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള വിത്തുകളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അത് എങ്ങനെ വീണ്ടെടുക്കാൻ സാധിക്കും എന്ന ഒരു അന്വേഷണം കൂടിയാണ് എൻ്റെ മനസ്സിലുള്ളതും ഞാൻ പിന്നെ ആലോചിക്കുന്നതും. പിന്നെ 2000 മുതൽ ഞാൻ ഈ വിത്തുകൾ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ ഘട്ടങ്ങളായി ഞാൻ എൻ്റെ കൃഷി ചെയ്ത് ഈ വിത്തുകളൊക്കെ കൃഷി ചെയ്ത് ഘട്ടങ്ങളായി ഇപ്പോൾ 52 തരം വിത്തുകൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഇതിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എല്ലാം പൈതൃകമായിട്ട് പഴമക്കാരുടെ കൃഷി സമ്പ്രദായം
പാരമ്പര്യ കൃഷി സമ്പ്രദായം ഞാൻ കൊണ്ടുപോവുകയാണ്. അല്ലാതെ പുതിയ തരത്തിലുള്ള കൃഷി സമ്പ്രദായമല്ല ഞാൻ കൊണ്ടുപോകുന്നത്, പഴയ തരത്തിലുള്ള ഒരു കൃഷി സമ്പ്രദായമായി കൊണ്ടുപോകുന്നത്. ഈ വിത്തുകളൊക്കെ തന്നെ ഓരോ ഇനം വിത്തുകളും 2 സെൻറ്റ് 3 സെൻറ്റിലൊക്കെയാണ് ചെയ്തു വരുന്നത്. ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ സമയാസമയങ്ങളിൽ എല്ലാം എൻ്റെ കൃത്യതയോടെ അതിൻ്റെ നാട്ടറിവ് പ്രകാരം കീഴ്വഴക്ക പ്രകാരം ആ വിത്തുകളൊക്കെ സ്വരൂപിച്ച് ഉണക്കി സൂക്ഷിച്ച് മറ്റുള്ള കർഷകർക്ക് ഞാൻ വിത്ത് കൊടുക്കാറുണ്ട്. ആ വിത്ത് കൊടുക്കുന്നത് ഞാൻ എത്രയാണോ കൊടുക്കുന്നത് 2 കിലോ 3 കിലോ വെച്ച് കൊടുക്കുമ്പോൾ ആ വിത്ത് ആ കർഷകൻ കൊണ്ടുപോയി കൃഷി ചെയ്ത് എൻ്റെ 2 കിലോ തിരിച്ചു തരിക. അതിന് വിലയില്ല, പൈസ വാങ്ങുന്നില്ല. ഞാൻ കൊടുത്ത വിത്ത് അദ്ദേഹം കൃഷി ചെയ്ത് എൻ്റെ വിത്ത് തിരിച്ചുകൊണ്ട് തരിക. അപ്പോൾ അത് പഴയ കാലത്ത് നമ്മളൊന്നും വിൽക്കപ്പെടുന്നല്ല, എല്ലാം കൈമാറ്റങ്ങളാണ്. ഒരിക്കലും നമ്മളതിനെ കാശ് വാങ്ങി ചെയ്യാവുന്നതല്ല. എല്ലാം കൈമാറ്റങ്ങൾ, പരസ്പര ബന്ധങ്ങൾ, പരസ്പര സ്നേഹങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, കൂട്ടുബന്ധങ്ങൾ, അങ്ങനെ നിലനിർത്തുന്ന വിഭാഗമാണ് ആദിവാസികൾ. ആദിവാസികൾക്ക് കൂട്ടുകുടുംബമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂട്ടുകുടുംബമാണ്, അമ്മ താവഴിയാണ്, ഞങ്ങൾ വലിയൊരു ഫാമിലികളാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും പാടത്തിറങ്ങുകയും എല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്യുകയും അതുപോലെ തന്നെ വീടുകളുടെ പണികൾ, പറമ്പിൻ്റെ പണികൾ, വയൽപ്പണികളൊക്കെ തന്നെ, ജോലികളൊക്കെ തന്നെ ഞങ്ങൾ കൂട്ടമായി ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ചിലവില്ല. കൂട്ടമായി ഭക്ഷണം ഉണ്ടാക്കുന്നു, കൂട്ടമായി ജോലി ചെയ്യുന്നു, കൂട്ടമായി ഉത്സവങ്ങൾ നടത്തുന്നു, കൂട്ടമായി എല്ലാ കാര്യത്തിനും വലിയ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഞങ്ങൾ. മാത്രമല്ല മിക്ക ആദിവാസികളും അങ്ങനെ ഒരു കൂട്ടായ്മയുള്ള വിഭാഗമാണ് ആദിവാസികൾ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ആരിൽ നിന്നും, സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നോ ഒരു സഹായം പറ്റിക്കൊണ്ടല്ല ഇതൊക്കെ നിലനിർത്തുന്നത്. ഇതൊക്കെ എൻ്റെ സ്വന്തമായി അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ ആരോടും ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ ആഗ്രഹം വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ലാഭം കൃഷിയായോ ലാഭത്തിന് വേണ്ടിയോ ഒന്നുമല്ല. നമ്മുടെ വിത്തുകൾ സംരക്ഷിക്കണം, നമ്മുടെ പ്രകൃതി സംരക്ഷിക്കണം, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കണം, നമ്മുടെ വിഭാഗങ്ങൾ സംരക്ഷിക്കണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതൊക്കെ നിലനിർത്തുന്നത്. എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ആദിവാസികൾക്ക് എനിക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദിവാസികളുടെ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ടും അവരുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും അവരുടെ കൃഷി സമ്പ്രദായവും അവരുടെ ഭക്ഷണ സമ്പ്രദായവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി ഓരോ സംസ്കാരത്തിനനുസരിച്ച്, ഓരോ ജീവിതത്തിനനുസരിച്ച്, അവരുടെ മറ്റുള്ള കൾച്ചറിൻ്റെ അനുസരിച്ച് അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കി അവർക്ക് സാമ്പത്തിക സഹായം അതുപോലെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആദിവാസികൾ കൊടുക്കാനുള്ള മെസ്സേജ് ലോകരാജ്യങ്ങളിലുള്ള നമുക്കറിയാം ആദിവാസികളാണ് ഓരോ ലോകത്ത്, എല്ലാ ലോകങ്ങളിലും എല്ലാ രാജ്യത്തും ആദിവാസികളുണ്ട്. ആ ആദിവാസികളാണ് ആ ലോകത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്തുന്നത് ആ ആദിവാസി ഭാഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഗവൺമെൻറ്റും ഓരോ രാജ്യത്തിലെ തന്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ രാജ്യപ്രതിനിധികൾ, ആ ഭരണം നടിക്കുന്ന ആളുകൾ ആ രാജ്യത്തിലെ ആദിവാസികളുടെ ചലനങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി, അവരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കി, അവരുടെ സംസ്കാരം മനസ്സിലാക്കി അവരെ നിലനിർത്തി സംരക്ഷിക്കണം. അത് സംരക്ഷിക്കാൻ സർക്കാർ ഓരോ രാജ്യക്കാരും മുൻപന്തിയിൽ വരണമെന്നും മാത്രമല്ല ആദിവാസികൾ സ്വയമായി അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. അതായത് നമ്മളിത് ചെയ്യേണ്ടത്, നമ്മളിത് നഷ്ടപ്പെട്ട് അത് ഇനിയിപ്പം വിത്തുകൾ മാത്രമല്ല ഏതും നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനോടൊരു താല്പര്യം നമുക്കുണ്ടാവണം. ഒന്ന്, ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയില്ല എന്നൊരു ബോധ്യം കൂടി നമ്മൾ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു ബോധ്യം, അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കാണുന്നത്
നമുക്കൊരു ദീർഘവീക്ഷണമില്ല. നമ്മൾ നാളെ എന്ത്, ഇന്നെന്ത് എന്നൊരു ചിന്തയാണ്. നാളെ എന്ത് കിട്ടും, നാളെ ഇതെങ്ങനെ നിലനിർത്തണം എന്ന കാഴ്ചപ്പാട് നമുക്ക് ഇല്ലാതെ പോയതാണ്. അത് ആദിവാസികളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. അപ്പോൾ തീർച്ചയായും നമുക്ക് നഷ്ടമോ ലാഭമോ ഒന്നും നോക്കാതെ ഇത് നിലനിർത്താൻ താല്പര്യം വ്യക്തികളുണ്ടാവണം, സംഘടനകൾക്ക് വരണം, നമ്മൾ ഗവൺമെൻറ്റിന് വരണം. ഇതൊക്കെ വന്നാലേ ഇത് നിലനിർത്തുള്ളൂ കഴിയുള്ളൂ. ആദിവാസികളെ അറിവുകളും കഴിവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസപരമായി മറ്റുള്ള അറിവുകൾ കൊടുക്കണം. അവരുടെ സംസ്കാരം നിലനിർത്തണം. ആ സംസ്കാരത്തിൽ കോട്ടം തട്ടാൻ പാടില്ല. അവരുടെ അറിവുകൾ നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ അറിവുകളും അവരുടെ കഴിവുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ രാജ്യത്തിലേക്ക് പുരോഗതിയിൽ കൊണ്ടുവരണം. അവരുടെ കൂട്ടു സമ്പ്രദായം, അവരുടെ ജീവിത സമ്പ്രദായം, അവരുടെ മറ്റുള്ള സമ്പ്രദായങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം ആദിവാസികളെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ് നിലകൊള്ളുക, ഭരണഘടനയോ നിയമനിർമ്മാണമോ കൊണ്ടുവരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആദിവാസികളുടെ കഴിവുകൾ എത്ര കണ്ട് ഉണ്ട്, എന്തെല്ലാം കഴിവുകൾ ഇവർക്കുണ്ട് എന്ന് നമ്മൾ ഗവൺമെൻറ് വിലയിരുത്തുകയോ അതിന് പിന്തുടരാനുള്ള ഒരു ഒരു മാനസികമായ ഒരു നിലപാടോ നമ്മൾ ഗവൺമെൻറ് എടുക്കുന്നില്ല, അതിന് പിന്തുടരുന്നില്ല. അവരുടെ ആദിവാസികളുടെ കാര്യങ്ങൾ പിന്തുടരുന്നില്ല. അവരെ നിലനിർത്തണം, അവരുടെ സംസ്കാരം നിലനിർത്തണം എന്ന കാഴ്ചപ്പാട് നമ്മൾ ഗവൺമെൻറ്റിന് ഇല്ലാതെ പോകുന്നു. അത് വരണം. നമ്മൾ ഗവൺമെൻറ് അതുണ്ടാവണം. ആദിവാസികൾ സംസ്കാരം നിലനിർത്തണം, അവരുടെ പൈതൃകം നിലനിർത്തണം. അത് നമ്മൾ നാട്ടിന് വേണ്ടതാണ്, അത് രാജ്യത്തിന് വേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് നമ്മൾ സർക്കാർ ഉണ്ടാവണം. അത് ഓരോ രാജ്യത്തുണ്ടാവണം. എന്നാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ ജൈവ വൈവിധ്യങ്ങളും ആ രാജ്യത്തിൻ്റെ പൈതൃകങ്ങളും നിലനിൽക്കുള്ളൂ. മാത്രമല്ല രാജ്യത്തിലെ പൈതൃക ഗ്രാമങ്ങൾ, പൈതൃകമായ വസ്തുക്കൾ അതൊക്കെ നിലനിർത്താൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. അപ്പോൾ എനിക്ക് ഒന്നേ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് എൻ്റെ ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സംഭാഷണങ്ങൾ എൻ്റെ ലോകത്തുള്ള എൻ്റെ ആദിവാസി സുഹൃത്തുക്കൾ മാത്രമല്ല ഭരിക്കുന്ന ഭരണകർത്താക്കൾ എൻ്റെ ഈ പ്രഭാഷണങ്ങൾ, എൻ്റെ സംസാരങ്ങൾ അതൊരു മുഖവിലക്കെടുക്കുകയും അല്ലെങ്കിൽ നിങ്ങളത് മുഖവിലക്കെടുക്കുകയും ഇത് ആദിവാസികൾക്ക് പകർന്നു കൊടുക്കാനും അതിനനുസരിച്ചുള്ള ഗവൺമെൻറ് സർക്കാരുകൾ ഒരു തീരുമാനത്തിലെത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, എന്ന് വളരെ താഴ്മയോട് വണക്കത്തോടും വിനയത്തോടും സംസാരിച്ചുകൊണ്ടും ഞാൻ ഒരു അഭിമുഖം ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.